അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലഹരി വിറ്റ അധ്യാപകർക്കെതിരെ നടപടി എടുത്തിരിക്കുകയാണ്. ഏതായാലും നമ്മുടെയൊക്കെ മക്കളെ പകൽ സമയം മുഴുവനും നമ്മൾ ഏൽപ്പിച്ചു പോരുന്നത് ഈ അധ്യാപകരുടെയും അധ്യാപികമാരുടെയും കൈകളിലാണ്. പല രക്ഷിതാക്കളും ഇന്ന് ആശങ്കയിലാണ്. ഇത്തരം അവസ്ഥ നമ്മുടെ സ്കൂളുകളിലും ഉണ്ടോ എന്ന പേടിയാണ്. ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കണ്ടാൽ മതി. ഏതായാലും ഇത്തരം വലിയ വലിയ ഗ്യാങ്ങുകളുടെ തലമുറക്കാരായി നമ്മുടെ അധ്യാപകരും അധ്യാപികമാരുമൊക്കെ മാറാനുള്ള ഒരു കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ചെറിയ ജോലിക്ക് വലിയ പണം കിട്ടുമെന്ന വാഗ്ദാനത്തിൽ വീണു പോകുന്നവരാണ് ഇവരൊക്കെ. ഇതിനു മുമ്പും ഒരു വാർത്ത വന്നിരുന്നു. സാധാരണക്കാരികളായ വീട്ടമ്മമാർ, അത്തരം ഒരിക്കലും സമൂഹം തെറ്റിദ്ധരിക്കാത്ത, പോലീസ് തെറ്റിദ്ധരിക്കാത്ത ആളുകളെയാണ് ഇത്തരം മയക്കുമരുന്നിൻ്റെ വലിയ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്നത്. ഇവരുടെ വാഗ്ദാനം ഇങ്ങനെയായിരിക്കും: നിങ്ങൾ ഒരു പണിയുമില്ല, ഈ പാക്ക് നിങ്ങളുടെ ബാഗിൻ്റെ ഉള്ളിൽ കൊള്ളാൻ മാത്രമുള്ള ഈ പാക്ക് നിങ്ങൾ ഒരാൾ ബൈക്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അതൊന്ന് കൈമാറിയാൽ മതി. ചെറിയ ആ ജോലിക്ക് തന്നെ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞ് വലിയ എമൗണ്ട് വാഗ്ദാനം ചെയ്യുമ്പോൾ പലരും അതിൽ പെട്ടുപോവുകയാണ്. പക്ഷെ ആ ചങ്ങല അവസാനിക്കുന്ന ഒരു ചങ്ങലയല്ലായിരിക്കും. അതിൻ്റെ പിറകിൽ ഘട്ടങ്ങളായി പല പല വലിയ വലിയ ആളുകൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ പണം കിട്ടി അതിൻ്റെ വലിയ കച്ചവടക്കാരായി മാറുമ്പോഴാണ് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള സെർച്ചിങ്ങിൽ ഇത്തരം ആളുകൾ പെട്ടുപോകുന്നത്. ഇവരൊന്നും MDMA ഉപയോഗിക്കുന്നവരാണ് എന്ന് നമുക്ക് വാദമില്ലെങ്കിലും ഇവർ നടത്തുന്ന ഈ കച്ചവടം ഒരു കുടുംബത്തിനെയും നാടിനെയും സമൂഹത്തെയും കാർന്നു തിന്നുന്ന മാരകമായ മയക്കുമരുന്നാണ് എന്ന നല്ല ബോധത്തോടു കൂടി തന്നെ നാട്ടുകാരും നാടും നശിച്ചു പോയാലും ഞമ്മക്കെന്താ, പണം കിട്ടിയാൽ മതി എന്ന ആർത്തിയുള്ള എണ്ണപ്പെടുന്ന ആളുകൾ മാത്രമേ ഇതിൻ്റെ ഗാങ്ങിൽ പെടുകയുള്ളൂ.